ഒരു വാക്കുമില്ല, കിടിലമായിരുന്നു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മൈക്കിൾ ജാക്സൺ ഒരു പക്ക ട്രിബ്യൂട്ട് ആണോ? ഓ നല്ല മൈക്കിൾ ജാക്സനെ പോലെയാണ് ഇരിക്കുന്നത്. എത്ര ജനറേഷൻ ആയാലും മൈക്കിൾ ജാക്സനെ പോലെയാണ് കറക്റ്റ് മൈക്കിൾ ജാക്സൺ. പഴയ ഡാൻസ് സ്റ്റെപ്പ് കണ്ടപ്പോ ഗൂസ് ബംസ് അടിച്ചോ? ഓ വളരെ അധികം അടിച്ച്. പഴയ പോപ്പ് സോങ് കണ്ടപ്പോ കിടിലമായിരുന്നു. ഓക്കെ, ഓവറോൾ എങ്ങനെയുണ്ട് മൂവി? മൂവി എന്ന് പറയുമ്പോ വിഷയം ഒരു വാക്കില്ല, കിടിലം. ഐമാക്സ് കാണാൻ വേണ്ടിയുണ്ടോ? ഓ ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. പഴയ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഫാൻസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. പഴയ പോപ്പ് സോങ്സ് എല്ലാം കുറെ ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആ ത്രില്ലർ, ബാഡ്, ഇതൊക്കെ തിയേറ്ററിൽ കാണിക്കുന്ന സമയത്ത് ഓളായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ ഓളായിരുന്നു, അമ്മാതിരിയായിരുന്നു. മൈക്കിൾ ജാക്സൺ 98 വരെയുള്ള മൈക്കിൾ ജാക്സന്റെ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി അത് കാണിക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡ് ടു 1988 അതുവരെയുള്ളതാണ് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ജാക്സൺ സിനിമയായിരുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പോപ്പ് സോങ്സ് ഒക്കെ കാണിച്ചപ്പോ പഴയ സീനായിരുന്നു. നെസ്റ്റ് ഒക്കെ അടിച്ചിരിക്കട്ടെ. തിയേറ്ററിൽ ഫുള്ള് പക്ക ഓളമായിരുന്നു. തിയേറ്റർ വലിയ ഓണൊന്നുമല്ല, പക്ഷെ എന്നാലും കൊള്ളാം. സ്റ്റാർട്ട് ടു എൻഡ് എൻഗേജിങ് ആയിരുന്നു. മൈക്കിൾ ജാക്സൺ ഫാൻ എന്നുള്ള നിലയ്ക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു. വലിയ ബോറൊന്നും ഇല്ലായിരുന്നു. പിന്നെ മൈക്കിൾ ജാക്സൺ ഫാൻ അല്ലാത്തവർക്ക് കുറച്ച് ലാഗൊക്കെ അടിക്കും. 90 കിഡ്സിനെ സംബന്ധിച്ച് അടിപൊളിയാണ്. ഭയങ്കര കുറെ ഗൂസ് ബം അടിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അത് ഇപ്പം ത്രില്ലറിന്റെയും ബില്ലീജിന്റെ ഒക്കെ ആ ഒരു നോട്ട്സ് ഒക്കെ വരുന്നതും ആ സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ സത്യം നല്ല രീതിയിൽ ഗൂസ് ബം അടിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്ത ഒരു സോങ് ഇതിനകത്ത് ഇല്ല. ഞാൻ അത് കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സോങ് ഞാൻ ഏന്ന് പറയുന്നില്ല, ആ ഒരു സീൻ നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പടം നല്ല രസമുണ്ട്. ഒന്ന് കാണാ, എൻജോയ് ചെയ്യാ. കാര്യം ആ ബീറ്റ്സ് ഒക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ബില്ലി ജീൻസിന്റെ ആ നോട്ട്സ് കാര്യങ്ങളും ഫസ്റ്റ് സോളോ ആൽബം വരുന്ന ആ ഒരു ട്രാക്ക് അവിടെ തൊട്ടതുണ്ട്. പിന്നെ എന്റെ എത്താൻ നേരത്തെ ഒരു ഗൂസ് ബം സീൻ തന്നെയാണ് ആ ഒരു സ്റ്റേജ് ഷോയുടെ ഒരു സീന്. അത് മസ്റ്റ് വാച്ചാണ്. അത് നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു. മൈക്കിൾ ജാക്സൺ ഫാൻസിനൊക്കെ ട്രിബ്യൂട്ട് ആണ്. ഉറപ്പായിട്ടും 100%. പഴയ ജാക്സൺ അടിപൊളിയായിരുന്നു. കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എടുത്ത് കാണിച്ചു. പഴയ പോപ്പ് സോങ്സ് എല്ലാം കാണിച്ചോ? എല്ലാം ഇല്ല, ഒരു 3-4 തിയേറ്ററിൽ റിയാക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളിയായിരുന്നു. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഡാൻസ് സ്റ്റെപ്സ് എല്ലാം അതേപോലെ റെപ്ലിക്ക പോലെ കറക്റ്റ് ചെയ്ത് അതേപോലെ പുള്ളി കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കോൺട്രവേഴ്സി കാണിക്കുന്നുണ്ട് സോണിയും ഇല്ല, അത് അങ്ങനെയൊന്നും പടം ബാക്കി കാണുമ്പോൾ അടിപൊളി പടമായിരുന്നു. എങ്ങനെയുണ്ട്? മൈക്കിൾ ജാക്സൺ ഫാൻസിനൊക്കെ ഒരു പക്ക ട്രിബ്യൂട്ട് ആണോ? പഴയ പോപ്പ് സോങ് കാണിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? ഗൂസ് ബംസ് അടിച്ചു. ഓക്കെ, ഓവറോൾ പടം മൈക്കിൾ ജാക്സൺ ഫാൻസിനാണോ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. മൈക്കിൾ ജാക്സന്റെ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴയ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചപ്പോ എങ്ങനെ തിയേറ്ററിൽ? എനിക്കൊക്കെ പഴയ ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചപ്പോൾ ഗൂസ് ബംസ് ആണ് അടിച്ചത്. എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പടം ഓവറോൾ അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി നല്ലായിരുന്നു. റോട്ടൻ ടൊമാറ്റോസിലൊക്കെ നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ അത്ര നെഗറ്റീവ് പറയാൻ മാത്രം ഒന്നും ഇല്ല. ഇനീഷ്യൽ ഡേയ്സ് ആണ്. ബാഡ് ടൂർ വരെയുള്ള കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. കോൺട്രവേഴ്സി കാണിക്കാൻ മാത്രം ഇതില്ല. ബാഡ് വരെയുള്ളതേ കാണിക്കുന്നുള്ളൂ. സ്റ്റോറി കണ്ടിന്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കോൺട്രവേഴ്സിയും ബാക്കിയുള്ളതൊക്കെ അപ്കമിംഗ് ഉണ്ടാവും. വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി മൈക്കിൾ ജാക്സൺ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണണം എന്നാണ് പറയാനുള്ളത്. പക്ക മൈക്കിൾ ജാക്സൺ ഫാൻസിനൊക്കെ ട്രിബ്യൂട്ട് ആണോ? നല്ല ട്രിബ്യൂട്ട് ആണ്. ഫാമിലി ഫുൾ കാണാൻ പറ്റും. എന്താ പ്രിവ്യൂ ഷോ തന്നെ കാണാൻ വന്നത്? ഭയങ്കര ഫാനാണ് കാണാൻ. പഴയ ഡാൻസ് സ്റ്റെപ്പ് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തിയേറ്റർ ഫുൾ നല്ല അടിപൊളിയായിരുന്നു. പഴയ സോങ് ഒക്കെ വന്നപ്പം നല്ല രസമായിരുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സെക്കൻഡ് പാർട്ട് അതെ, നല്ലോണം നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല പടമായിരുന്നു. മൈക്കിൾ ജാക്സൺ ഫാൻസിനൊക്കെ ട്രിബ്യൂട്ട് ആണോ? ഇതൊരു ട്രിബ്യൂട്ട് സിനിമ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ കരിയറിലെ മെയിൻ പോയിന്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ചില കുറച്ച് കാര്യം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കിട്ടുമായിരുന്നു. റൈസിംഗ് സ്റ്റേജ് ആണ് ഫുള്ള് കാണിക്കുന്നത്. റൈസിംഗ് സ്റ്റേജ് തൊട്ട് ബാഡ് വരെയുള്ള ഇതാണ്, ബാഡ് ടൂർ വരെയുള്ളതാണ്.